ഞാനാ എല്ലാവരും ഹാപ്പി അല്ലേ? ഞാനിവിടെ കുഴപ്പമില്ലാത്ത രീതിയിൽ തട്ടിയും മുട്ടിയൊക്കെ പോകുന്നുണ്ട്. സോ എൻ്റെ കുറേ കാലത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 7ാം ക്ലാസ് തുടങ്ങിയിട്ടുള്ളൊരു എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ജേർണലിസ്റ്റ് ആവണം എന്നുള്ളത്. പക്ഷേ കുറേ സാഹചര്യങ്ങൾ കാരണം എനിക്ക് ജേർണലിസ്റ്റ് ആവാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ജേർണലിസ്റ്റിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു പോസ്റ്റ്, അതായത് ആങ്കറിങ്, ഇൻ്റർവ്യൂവർ, അങ്ങനത്തെ ഒക്കെ ഒരു ജോലിയോട് എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ കൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു 3 ആഴ്ചയായിട്ട് എനിക്കൊരു TV ഷോ ഹോസ്റ്റ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ബഡാ സെറ്റപ്പൊന്നുമല്ല, ബട്ട് സ്റ്റിൽ നമ്മുടെ കുറച്ച് ചേച്ചിമാർ അമ്പലത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ നല്ല സൗണ്ട് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിക്കും, അല്ലെങ്കിൽ അവരെല്ലാവരും എന്നെ നോക്കും. നമ്മുടെ നാട്ടിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇങ്ങനെ നമുക്കിങ്ങനെ പബ്ലിക് പ്ലേസസിൽ നിന്നൊന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല. എല്ലാവരും ഇങ്ങനെ നോക്കും എന്താ ചെയ്യണമെന്നൊക്കെ. സോ എനിവേ, അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ആ ഒരു കാര്യം എൻ്റെ ഈ ഒരു ചാനലിൽ കൂടെ പറയുന്നത്. സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ ഒരു TV ഷോ ഹോസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബഡാ സെറ്റപ്പൊന്നുമല്ല. നമ്മുടെ ദർശന TV ഇല്ലേ, മലപ്പുറം കോഴിക്കോട് ഭാഗത്തുള്ളവർക്കൊക്കെ അറിയുണ്ടാവും. ദർശന TV എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രാദേശിക ചാനലാണ്. ലോക്കൽ ചാനൽ എന്നൊക്കെ നമ്മൾ പറയും, ബട്ട് ഒരു പ്രാദേശികമായിട്ടുള്ളൊരു ചാനലാണ്. ആ ചാനലിൽ ഒരു സൈക്കോളജിസ്റ്റുമാരോട് സംസാരിക്കുന്ന ഒരു ചാറ്റ് ഷോ ഉണ്ട്. അത് ഹോസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരു 11 മന്ത്സിലേക്കാണ് ഞാൻ ആ ഒരു ഷോ ചെയ്യുന്നത്. ഇപ്പം ഓൾറെഡി നമ്മളൊരു 3 എപ്പിസോഡ് ഷൂട്ട് ചെയ്തു. ഇന്നലെയാണ് ഫസ്റ്റ് എപ്പിസോഡ്. ഇന്നലെയെന്ന് ഞാൻ പറയുമ്പോൾ വെള്ളിയാഴ്ച 9ാം തീയതിയാണ് ഫസ്റ്റ് എപ്പിസോഡ് എയറിൽ പോയത്. അപ്പോൾ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ദർശന TVയിൽ രാത്രി 7 മണിക്കായിരിക്കും ഞാൻ ഹോസ്റ്റ് ചെയ്യുന്ന ഈ ഒരു പരിപാടി വരുന്നത്. സോ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നൊരു ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ഓൾറെഡി 3 ഷൂട്ടിന് പോയല്ലോ. അപ്പം ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഭയങ്കര ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം കുറച്ച് എന്ന് പറഞ്ഞാൽ വളരെ ഒരു 5 to 6% യൂസ്ഡ് ടു ആയിട്ടുണ്ട് ആ ഒരു കാര്യത്തിനോട്. അപ്പോൾ ഞാൻ ഇന്നിങ്ങനെ വിചാരിക്കുകയായിരുന്നു, ഇന്ന് പോകുമ്പോൾ എന്തായാലും ഒന്ന് ഷൂട്ട് ചെയ്യുക. ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് എൻ്റെ ഒരു ഷൂട്ടുള്ളൊരു ദിവസത്തെ എൻ്റെ റുട്ടീൻ സംഭവങ്ങളൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയൊക്കെയുള്ളൂ കാര്യങ്ങൾ. എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങാമല്ലേ. ഞാനിന്ന് 6 മണിക്കാണ് അലാറം വെച്ചത്. എഴുന്നേറ്റപ്പോൾ 7 മണിയായി. സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം. ഞാൻ എഴുന്നേറ്റ് എന്ന് കണ്ട ഉടനെ തന്നെ ഒരുത്തനാണെങ്കിൽ എൻ്റെ പിന്നാലെ നടക്കുകയാണ് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട്. രാവിലെ എഴുന്നേറ്റാൽ ഞാൻ കണ്ണുറക്കുന്നതിന് മുന്നേ ഇവൻ കണ്ണുറന്നിട്ട് ഞാൻ എഴുന്നേക്കുന്നത് വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കും. ഒരു തരത്തിൽ പറഞ്ഞാൽ ഫുഡിനാണ് മെയിൻ വേണ്ടത് അവന്. പക്ഷേ നമ്മൾ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ഒരാൾ നമ്മൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക, നമ്മളൊന്ന് തലോടാനും നമ്മൾ ഫുഡ് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്ന് പറയുമ്പം ഒരു ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. നമ്മൾ ഷേരുവിന് കുറച്ച് ഫുഡൊക്കെ കൊടുത്തു. വരൂ, ഇനി നമുക്ക് പ്രഭാത കൃത്യങ്ങൾ നിർവഹിക്കാം. എൻ്റെ കുളിമുറിയിൽ ഈ വാഷ് ബേസിന് മുകളിലിരിക്കുന്ന മിറർ ലൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു വാം ലൈറ്റാണ്. മാത്രമല്ല അതിൻ്റെ അടിയിൽ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഭംഗിയാണ്. എൻ്റെ ബാക്കി വീഡിയോ ഷോർട്സും ഇതും തമ്മിലുള്ള സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ ഭയങ്കര രസമല്ലേ. എനിക്ക് എൻ്റെ റൂമിനകത്തും വീഡിയോ എടുക്കാൻ പറ്റിയ പല സ്പോട്ടുകളിലും ഇതുപോലുള്ള വാമായിട്ടുള്ള ലൈറ്റ്സ് സെറ്റ് ചെയ്യണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്. ഹോപ്പ്ഫുള്ളി പെട്ടെന്ന് തന്നെ ഞാനത് ചെയ്യുന്നതായിരിക്കും. മോർണിംഗ് റുട്ടീൻസിൽ പല കാര്യങ്ങളും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇൻക്ലൂഡ് ചെയ്യുകയും എക്സ്ക്ലൂഡ് ചെയ്യുകയും ചെയ്യാറുണ്ട്. പക്ഷേ കുറേ കൊല്ലങ്ങളായിട്ട് കോൺസ്റ്റൻ്റായിട്ട് ഞാൻ ചെയ്യണ ഒരു കാര്യമാണ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മുടി കെട്ടുക, പല്ല് തേക്കുക, കൈ സോപ്പിട്ട് കഴുകുക, പിന്നെ ഫേസ് വാഷ് ഇടുക. ഇതിൻ്റെ ഇടയിൽ ക്ലെൻസർ, ടോണർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു സംഭവം യൂസ് ചെയ്യാൻ തുടങ്ങിയെങ്കിൽ പോലും അതെനിക്ക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് വർക്ക് ചെയ്യാനും അതങ്ങോട്ട് പെർസിസ്റ്റൻ്റായിട്ട് യൂസ് ചെയ്യാനും വേണ്ടി പറ്റിയിട്ടില്ല. അതെൻ്റെ സ്കിന്നിനും വലിയൊരു സുഖം ഉണ്ടായിരുന്നില്ല. ഒരു 15 ദിവസമൊക്കെ യൂസ് ചെയ്തപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവാനൊക്കെ തുടങ്ങി. അപ്പം ഞാൻ തന്നെ ആ ഒരു പ്രൊഡക്റ്റ് സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്തത്. പെട്ടെന്ന് തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റുകളും അപ്ഗ്രേഡ് ചെയ്ത് എൻ്റെ സ്കിന്നിന് ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇന്നലെ ഞാൻ അല്ലറ ചില്ലറ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ മേടിച്ചതാണ് കാർമസിയുടെ ഈ ഒരു ഫേഷ്യൽ റേസർ. ഇതിൽ ഒരു പാക്കറ്റിനകത്ത് 3 എണ്ണമാണ് വരിക. 230 സംതിങ് ആണ് പ്രൈസ് വരുന്നത്. മറ്റുള്ള ഫേഷ്യൽ റേസറിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ഐറ്റമാണിത്. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഡിഫറൻസും കാര്യങ്ങളും
മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. സാധാരണ നമ്മൾ ഈ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്ന ട്യൂട്ടോറിയൽസിലൊക്കെ അലോവേര ജെല്ല് യൂസ് ചെയ്തിട്ടാണ് ഇൻഫ്ലുവൻസേഴ്സൊക്കെ റിമൂവ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന അലോവേര ജെല്ല് എക്സ്പയർ ആയിപ്പോയി, പുതിയത് ഞാൻ മേടിച്ചിട്ടില്ല. സോ തൽക്കാലം ഞാൻ എൻ്റെ കയ്യിലുള്ള ബയോട്ടിക്കിൻ്റെ ഒരു പഴയ മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ ഉള്ള മിനി രോമങ്ങളില്ലേ, അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ സാധാരണ യൂസ് ചെയ്യുക ഈ വീനസിൻ്റെ ഈ ഒരു ഭംഗിയുള്ള എന്താ പറയുക ഷേവിങ് സെറ്റാണ്. നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ ഉള്ള കുഞ്ഞു കുഞ്ഞു രോമങ്ങൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വീനസിൻ്റെ ഷേവിങ് സെറ്റ് അടിപൊളിയാണ്. പക്ഷേ നമ്മൾ ഫേസിൽ അത് യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാനത് കവിളിലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് തോലൊക്കെ ചെറുതായിട്ട് പൊളിഞ്ഞിളകി കുഞ്ഞു കുഞ്ഞു പിമ്പിൾസൊക്കെ വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ കാർമസിയുടെ നോർമൽ ഫേഷ്യൽ റേസർ മേടിക്കാമെന്ന് വിചാരിക്കാനുള്ള കാരണം. രാവിലെ തന്നെ ഈ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാമെന്ന് വിചാരിച്ച ഒരു അബദ്ധമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെത് ഓൾറെഡി ഡ്രൈ സ്കിന്നാണ്, ഇനി കൂടുതൽ ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട് എന്നാണ് തോന്നുന്നത്. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ ഈ ടാസ്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. രാവിലെ കുളിക്കുന്ന ശീലമില്ലാത്തതുകൊണ്ട് ഞാൻ കുളിക്കുന്നില്ല. ഇന്നലെ രാത്രി തന്നെ കുളിച്ച് മുടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ട്രാൻസിഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിച്ചില്ലേ? അടുത്ത ടാസ്കിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ഈ ഡ്രസ്സിനെ പറ്റിയിട്ടുള്ള കഥ പറയാണ്ട് എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഫ്ലാഷ് ബാക്ക്. സ്റ്റുഡിയോയിൽ ഓഗസ്റ്റ് 1 മുതൽ 30 വരെ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്നലെ സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ മലപ്പുറത്തുള്ള സ്റ്റുഡിയോയിലാണ് കേട്ടോ പോയത്. ഓഫർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഓഫർ ഉണ്ട്, പക്ഷേ എല്ലാത്തിനും ഓഫറില്ല. ഓഫറുള്ള ഡ്രസ്സുകളൊക്കെ ഒരു സെക്ഷൻ ആക്കിയിട്ട് ഫ്രണ്ട് സൈഡിൽ തന്നെ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിൽ നിന്ന് നല്ല ഡ്രസ്സുകൾ നോക്കിയിട്ട് ചൂസ് ചെയ്യാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ റെഡ് ഡ്രസ്സാണ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നത്. റെഡ് കണ്ടപ്പോൾ തന്നെ ഞാൻ ചാടി വീഴാൻ വേറൊരു റീസണും കൂടെ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ തവണ ക്രിസ്മസ് ആയപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ റെഡ് ഡ്രസ്സുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഉള്ള ഡ്രസ്സുകളാണെങ്കിൽ ഞാൻ ഓൾറെഡി ഇട്ട് നല്ല പഴഞ്ചനായ ടൈപ്പായിരുന്നു. സോ നമ്മൾ സ്റ്റുഡിയോ, ട്രെൻഡ്സ്, വെസ്റ്റ് സൈഡ് എല്ലായിടത്തും പോയി തപ്പി നോക്കി. പക്ഷേ നോർമൽ ടീഷർട്ടുകളല്ലാതെ റെഡിൽ കുറച്ച് ഭംഗിയുള്ള ഡ്രസ്സുകളൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ക്രിസ്മസ് ആവാനായിട്ട് ഇനി എന്തായാലും ഒരു 3-4 മാസം കൂടെ ബാക്കിയുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു അന്നേരം റെഡ് ഡ്രസ്സ് തപ്പാൻ വേണ്ടി നെട്ടോട്ടം ഓടുന്നതിനേക്കാളും ആ റിസ്ക് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ ഈ ഭംഗിയുള്ള ഈ ഒരു റെഡ് ഡ്രസ്സ് മേടിച്ച് വെക്കാം, എന്നാലും ഇത് യൂസ്ഫുൾ ആവുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് വാങ്ങിച്ചത്. പക്ഷേ അത് ഓഫറിൽ പെടുന്ന ഒരു ഐറ്റം ആയിരുന്നില്ല, അതിന് ഓഫർ ഉണ്ടായിരുന്നില്ല. അത് 699 ആയിരുന്നു അതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത്. അത് ഞാൻ മേടിച്ചു. കയ്യിൽ കിട്ടിയ എന്തൊക്കെയൊക്കെയോ ഐറ്റം ഞാൻ വാരിക്കൂട്ടി. ഇനി നമുക്ക് ട്രയൽ റൂമിലോട്ട് പോവാം. നിങ്ങൾ കണ്ട പോലെ ഞാൻ ആ 2 ഡ്രസ്സ് മാത്രമാണ് അവിടെ നിന്ന് എടുത്തത്. ഒന്ന് ഓഫറായിരുന്നു. ആ പിങ്ക് ടോപ്പ് വരുന്നത് 299 ആണ്, അത് ഓഫറിലാണ്. മറ്റത് ഓഫറില്ലാത്തതും. നമ്മൾ ചുമ്മാ പിന്നെ ജെൻസിൻ്റെ സെക്ഷനിലും കൂടെ ഒന്ന് കയറി നോക്കി. അവരിപ്പോൾ അത് മാറ്റിയിട്ട് ജെൻസിനും കിഡ്സിനും ഒരു സെയിം സെഷനാക്കി വെച്ചിരിക്കുകയാണ്. വലിയ രസമൊന്നുമില്ല, വലിയ കളക്ഷനും ഇല്ല. മാത്രമല്ല കൊച്ചിയിലൊക്കെയുള്ള സ്റ്റുഡിയോസിനെ കമ്പയർ ചെയ്യുമ്പോൾ മലപ്പുറത്തുള്ളതിൽ പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളതൊന്നും ഉണ്ടാവാറില്ല. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്, എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. പെർഫ്യൂമൊന്നും ഞാൻ യൂസ് ചെയ്യാറ് തന്നെയല്ല, എന്നാലും കാണുമ്പോൾ ഒരു രസം, എടുക്കുക, മണത്ത് നോക്കുക എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു പ്രക്രിയയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ സ്റ്റാഫൊക്കെ പറഞ്ഞത് ഡ്രസ്സിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ വീക്കെൻഡ് കഴിഞ്ഞതുകൊണ്ടാണ് കളക്ഷൻസൊക്കെ കുറവ്. വീക്കെൻഡിൽ ഓഫറും കൂടെ ഉള്ളത് കൊണ്ട് ഒരുപാട് പേര് വന്നിട്ട് ഡ്രസ്സൊക്കെ ആദ്യമേ മേടിച്ചുകൊണ്ട് പോയി എന്നാണ്. സോ അങ്ങനെയാണ് ഇന്നലത്തെ ഷോപ്പിംഗ് പര്യവസാനിച്ചത്. ഇനി നമുക്ക് റിയാലിറ്റിയിലോട്ട് തിരിച്ചു വരാം. കമോൺ. ഷൂട്ടിന് കൊണ്ടുപോകാനുള്ള ബാഗ് ക്യുക്കായിട്ട് റെഡിയാക്കുകയാണ് ഞാൻ. അങ്ങനെ ഷൂട്ടിന് കൊണ്ടുപോകുന്ന ബാഗൊന്നുമില്ല, ഞാൻ എവിടെ പോയാലും പൊതുവെ ഈ ബാഗ് തന്നെയാണ് കൊണ്ടുപോകുന്നത്, HP-യുടെ. ഇനി നമുക്ക് ഒരു ചെറിയൊരു മേക്കപ്പ് ബോക്സ് റെഡിയാക്കാം. ഇത് ഇന്നലെ ഞാൻ അല്ലറ ചില്ലറ ഷോപ്പിംഗ് നടത്തി എന്ന് പറഞ്ഞില്ലേ, അന്നേരം വാങ്ങിയൊരു സാധനമാണ്. എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ഒരു മേക്കപ്പ് ബോക്സ് ഉണ്ടായിരുന്നു, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത്. അതിവിടെ അല്ല, അത് കൊച്ചിയിലാണ് ഇരിക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പം പാരൻസിൻ്റെ വീട്ടിലാണല്ലോ ഇപ്പോൾ, ഇങ്ങോട്ട് വന്നപ്പോൾ അത് കൊണ്ടുവരാൻ മറന്നുപോയി. അതുകൊണ്ട് ഇന്നലെ ഞാനൊരെണ്ണം വാങ്ങുകയാണ് ചെയ്തത്. അതിനകത്ത് ഐലൈനർ, മസ്കാര, അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ. പിന്നെ ഞാനൊരു ടവലും കൂടി മടക്കി വെക്കുന്നുണ്ട്, ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് ഒന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ട്. ഞാനിതാ റെഡി ആയിട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും ഉരുളക്കിഴങ്ങ് കറിയാണ് കഴിച്ചത്. തിരക്ക് കാരണം അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എനിക്ക് 8 മണിക്കെങ്കിലും ഇവിടുന്ന് വണ്ടി കയറണം, എന്നാലേ ഞാനൊരു 10 മണിയാകുമ്പോഴത്തേക്ക് കോഴിക്കോട് എത്തുള്ളൂ.
ഷൂട്ട് തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ഉണ്ടല്ലോ എനിക്ക് കാര്യമായിട്ടുള്ള ഒന്നും തന്നെ കഴിക്കാൻ തോന്നാറില്ല. കഴിഞ്ഞ തവണ ഷൂട്ടിന് പോയപ്പോൾ ഞാനാണെങ്കിൽ സ്വിഗ്ഗിയിൽ നിന്ന് ചോറ് ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ടായിരുന്നു ഷൂട്ട് നടക്കുന്ന സ്ഥലത്തോട്ട്. പക്ഷേ എനിക്ക് കാര്യമായിട്ട് കഴിക്കാൻ പറ്റാതെ ഞാൻ ലാസ്റ്റ് അത് കൊണ്ടേ കളയുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം വിചാരിച്ചു ഒന്നെങ്കിൽ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുപോകാൻ സ്നാക്സ്, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പുറത്തുനിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ബസ് കയറുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ട് ബ്രെഡോ ബന്നോ എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ബന്നാണ് മേടിച്ചത്. സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് എനിക്ക് നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷേ ഇനിയിപ്പോൾ പിന്നെ ലേറ്റ് ആക്കണ്ട. 8 മണിക്ക് എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ 10 മണിയാകുമ്പോൾ കോഴിക്കോട് എത്തുള്ളൂ. അപ്പോൾ പിന്നെ ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചു ഞാൻ അബിയോട് കൊണ്ടുവിടാനാണ് പറഞ്ഞത്. സത്യം പറയുകയാണെങ്കിൽ ബസ് കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. ഒരു 5 മിനിറ്റ് ഇടവിട്ട് ഇങ്ങനെ കോഴിക്കോട് ബസ് വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ രാവിലത്തെ ഒരു സമയമായതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് എനിക്ക് സീറ്റ് കിട്ടിയതാണ്. ഞാൻ ആദ്യത്തെ രണ്ടാമത്തെയൊക്കെ പ്രാവശ്യം പോയ സമയത്ത് അബിയെയും പപ്പയൊക്കെ കൂട്ടിയിട്ടായിരുന്നു കേട്ടോ പോയത്. ആദ്യമായിട്ടല്ലേ, അപ്പം നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ. ഇപ്പം പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് പോവാറ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ല പരിചയമുള്ള റൂട്ടാണ്. ഞാൻ 6 കൊല്ലം കോളേജിൽ പോയത് ഈ ഒരു വഴിയാണ്. മാത്രമല്ല നമ്മുടെ സ്വന്തം വണ്ടിയിൽ പോകുന്നതിനേക്കാളും എളുപ്പത്തിൽ നമ്മൾ അവിടെ എത്തും എന്നുള്ളതാണ്. കാരണം അത്രയും സ്പീഡിലാണ് ഈ റൂട്ട് പ്രൈവറ്റ് ബസ് ഓടുന്നത്. നമ്മളിപ്പോൾ മഞ്ചേരിയിൽ നിന്ന് ബസ് കയറി മാനാഞ്ചിറ ഇറങ്ങി, മാനാഞ്ചിറയിൽ നിന്ന് സിറ്റി ബസ് കയറിയിട്ട് പന്നിയങ്കര ഓവർ ബ്രിഡ്ജിൻ്റെ താഴെയാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇനി ഇവിടുന്ന് നമുക്ക് റൈറ്റിലേക്കാണ് പോകാനുള്ളത്. പന്നിയങ്കര ഓവർ ബ്രിഡ്ജിൻ്റെ അവിടുന്ന് ഞാൻ ഇപ്പോൾ ആ ഒരു സൈക്കോളജി ക്ലിനിക്കിലോട്ടാണ് നടക്കാൻ പോകുന്നത്. അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ഉണ്ടാവും. അത് നടന്നിട്ടാണ് നമ്മൾ അവിടെ എത്തണേ. ഈ കുഴിമന്തിക്കടയുടെ തൊട്ട് മുകളിലാണ് നമ്മുടെ സൈക്കോളജി ക്ലിനിക്ക് വരുന്നത്. അബ്സല്യൂട്ട് മൈൻഡ് ക്ലിനിക്ക് എന്നാണ് ഈ ഒരു സൈക്കോളജി ക്ലിനിക്കിൻ്റെ പേര്. കോഴിക്കോടും മഞ്ചേരിയിലും മലപ്പുറത്ത് തന്നെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ക്ലിനിക്കാണ്. അപ്പോൾ ഇവിടുത്തെ സൈക്കോളജിസ്റ്റുമാരും ദർശന ടിവിയും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു ചാറ്റ് ഷോ നടത്തുന്നത്. നമ്മുടെ മെയിൻ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യണത് ഉച്ച കഴിഞ്ഞിട്ട് ഒരു 2 മണി 3 മണി സമയമാകുമ്പോഴാണ് കേട്ടോ. പക്ഷേ ഇന്ന് ഞാൻ 10 മണിക്ക് എത്തിയത് കുറച്ച് റീൽസ് ഷൂട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് 10 മണിക്ക് ഇവിടെ എത്തണം എന്ന്. പക്ഷേ ഞാൻ 9:30 ആയപ്പോൾ തന്നെ എത്തി. ഞാനൊരു 8 മണി കഴിഞ്ഞ് ഒരു 8:15 ഉള്ളിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നേരത്തെ എത്താനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. പ്രൈവറ്റ് ബസ് അത്രയും സ്പീഡിലാണ് ഈ റൂട്ടിൽ ഓടാറ്. റീൽസ് ഷൂട്ട് ചെയ്യാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ ഗാഢമായിട്ട് ചിന്തിക്കുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ തലേന്ന് രാത്രി തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സാധനമാണ് വേണ്ടതെന്ന് അവിടെ നിന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ സൈക്കോളജിസ്റ്റുമാരോട് ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ പറയത്തില്ല, ഓൺ ദ സ്പോട്ടായിരിക്കും. അപ്പോൾ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ളൊരു ആൻസറാണ് അവരുടെ അടുത്ത് നിന്ന് വേണ്ടത്. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് റീലാണ് ഇന്ന് ഷൂട്ട് ചെയ്യുന്നത്. ഇത് ഇവിടുത്തെ സ്പീച്ച് തെറാപ്പിസ്റ്റ് ആണ് കേട്ടോ. സ്പീച്ച് തെറാപ്പിസ്റ്റ് മാത്രമല്ല, ഇവിടുത്തെ ഓണർ ഉണ്ട് അമീന മാഡം, സൈക്കോളജിസ്റ്റ്. അമീന മാഡത്തിൻ്റെ അനിയത്തിയും കൂടെയാണ് തമന്ന മാഡം. ഇന്ന് നമ്മുടെ രാവിലത്തെ ഈ ഒരു റീൽസിൻ്റെ എല്ലാ കാര്യങ്ങളും A to Z കോർഡിനേറ്റ് ചെയ്യുന്നത് മാഡമാണ്. ഏകദേശം 10 മണി ആവാറായി. ഞാനിനി എൻ്റെ കുറച്ച് അറ്റകുറ്റപ്പണികൾ ചെയ്യട്ടെ. അതായത് രാവിലെ എഴുന്നേറ്റ് പല്ലേച്ച് ഫുഡ് കഴിച്ച് ഭയങ്കര റോ ആയിട്ടുള്ളൊരു ഫേസ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിലിനി കുറച്ച് കൺമഷിയൊക്കെ വരച്ചൊന്ന് മെനയാക്കി എടുക്കണം. ഞാൻ ഇപ്പോൾ ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് റെഡി ആവാം. എനിക്ക് മേക്കപ്പ് അറിയില്ല എന്നുള്ളത് മാത്രമല്ല, എനിക്ക് മേക്കപ്പ് പഠിക്കണം എന്നും വലിയ ആഗ്രഹമൊന്നുമില്ല. എന്നാലും ഇങ്ങനത്തെ ചില സാഹചര്യങ്ങളിൽ കുറച്ചൊക്കെ മേക്കപ്പ് അറിഞ്ഞിരുന്നെങ്കിൽ നന്നായേനെ എന്ന് എനിക്ക് തോന്നാറുണ്ട്. മേക്കപ്പ് ചെയ്യാൻ അറിയുന്നവരോട് നല്ല അസൂയയും തോന്നാറുണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ എനിക്കത് കാണുമ്പോൾ ഒരു അസൂയ തോന്നാറുണ്ട്, എനിക്ക് അറിയില്ലല്ലോ എന്നുള്ളത്. പക്ഷേ എനിക്കത് പഠിക്കാനുള്ള ഒരു എഫേർട്ട് എടുക്കാൻ ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ആഗ്രഹം ഇല്ലതാനും. ഇതെന്തൊരു അസുഖമാണോ എന്തോ. രാവിലെ തന്നെ ഇങ്ങനെ ഷുഗർ അടിച്ച് കയറ്റാൻ പാടില്ല എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാലും ഈ ഫ്രൂട്ടി കുടിക്കാതെ എനിക്കൊരു സമാധാനമില്ല. ഞാനിപ്പോൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് നിവ്യയുടെ ക്രീം എന്ന് പറഞ്ഞ മോയ്സ്ചറൈസറാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ പണ്ട് ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ഒരു ഐറ്റം ഇല്ലേ, നീല കളർ ബോക്സിൽ, അങ്ങനത്തെ ഒരു സാധനമാണിത്. പക്ഷേ ഇന്നിപ്പം തമന്ന മാമിനോട് ഞാനിത് പറഞ്ഞപ്പോൾ മാം ഇങ്ങനെ പറയുമായിരുന്നു, ഇതങ്ങനെ ഫേസിലൊന്നും തേക്കാൻ പാടില്ല. മാം അത്യാവശ്യം മേക്കപ്പ് ഒക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണ്. ഇതങ്ങനെ ഫേസിൽ തേക്കാൻ പാടില്ല. എസ്പെഷ്യലി ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ ഈ സാധനം തേക്കാനേ പാടില്ല എന്നുള്ളതാണ്.
എന്നോട് ഇന്ന് മിനിമം ഒരു 10 റീൽസെങ്കിലും ഷൂട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അന്നേരം അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുമാരെ വിളിച്ചിട്ട് നമ്മൾ ഓരോ റീൽ വീതം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഈ ഒരു റീൽ സീരീസിൻ്റെ ഫസ്റ്റ് ഡേ ആണെന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. എവിടെ ക്യാമറ സെറ്റ് ചെയ്യണം, 2 പേരെയും കൂടെ ഒരു ക്യാമറയിൽ കൊള്ളിക്കണം എന്നുള്ളത് കൊണ്ടും കുറച്ച് ടഫായിരുന്നു. അപ്പോൾ എങ്ങനെ വെച്ചാൽ ശരിയാവും എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് കുറച്ച് സമയം അങ്ങനെ പോയി. ബട്ട് ഞാനും എന്നാൽ കഴിയുന്ന രീതിയിൽ തമന്ന മാമിനെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു 4 സൈക്കോളജിസ്റ്റുമാരെ വിളിച്ചിട്ട് നമ്മൾ റീൽ എടുത്തു. മൊത്തം 7 റീൽ കിട്ടി. 10 എന്ന് പറഞ്ഞ ഒരു ഗോളിലേക്ക് എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരു 7 റീൽ എന്ന് പറയുന്നത് ഒരു ഗുഡ് നമ്പർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഉച്ചയ്ക്ക് ഏകദേശം ഒരു 1 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ റീൽ ഷൂട്ട് അവസാനിച്ചു കേട്ടോ. പിന്നെ ലഞ്ച് ബ്രേക്കിൻ്റെ സമയമായിരുന്നു. ഞാനാണെങ്കിൽ വലിയൊരു വിശപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ രാവിലെ കൊണ്ടുവന്ന ബന്നും പിന്നെ കുറച്ച് ഫ്രൂട്ടിയും കൂടെ കഴിച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ചെറുതായിട്ടൊന്ന് വിശക്കാൻ തുടങ്ങി. കാരണം രാവിലെ വന്നതാണല്ലോ. ഞാൻ ആകെ ഒരു ഇത്തിരി പുട്ട് ഉരുളക്കിഴങ്ങ് കറി മാത്രമാണ് കഴിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ എന്തെങ്കിലും ഓർഡർ ചെയ്യാന്ന്. എന്നാലും ഹെവി ആയിട്ട് കഴിക്കാനുള്ളൊരു മൂഡും എനിക്കില്ല, എന്നാലോട്ട് വിശക്കുന്നുണ്ട് താനും. സ്വിഗ്ഗിയിൽ ഇങ്ങനെ ഓരോ ഫുഡ് ഐറ്റംസ് നോക്കിയ സമയത്ത് എനിക്ക് കഴിക്കാൻ ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയത് ചിക്കൻ വിങ്സ് ആയിരുന്നു. എളുപ്പത്തിൻ്റെ മാത്രമല്ല കേട്ടോ, ചിക്കൻ വിങ്സ് പൊതുവെ എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു ഫുഡ് ഐറ്റമാണ്. മാത്രമല്ല എനിക്ക് സ്വിഗ്ഗിയിലാണെങ്കിൽ 71 രൂപ ഓഫും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും വിചാരിച്ചു ചിക്കൻ വിങ്സ് തന്നെ ഓർഡർ ചെയ്യാമെന്ന്. അങ്ങനെ ചിക്കൻ വിങ്സ് ഓർഡർ ചെയ്തു. എന്നിട്ട് അതിൽ നിന്ന് ഞാൻ 2 പീസ് കഴിച്ചു. 2 പീസ് ഞാൻ എടുത്തു വെക്കുകയും ചെയ്തു. ഒരു പാക്കിൽ 4 പീസാണല്ലോ മൊത്തം ഉണ്ടാവുക. ഒരു 2:15 2:30 ആയപ്പോഴത്തേക്ക് നമ്മുടെ ദർശന ടിവിയുടെ ടീം വന്നു. അവർ ക്യാമറയും ബാക്ക്ഗ്രൗണ്ടും എല്ലാം സെറ്റ് ചെയ്ത് നമ്മുടെ ഷോയ്ക്ക് പറ്റിയ പരുവത്തിലാക്കി എടുത്തു. ഞാനിതാ ഷൂട്ട് തുടങ്ങുന്നതിന് കുറച്ച് മുന്നായിട്ട് ബാക്കി ചില അറ്റകുറ്റപ്പണികളും കൂടെ ചെയ്യുകയാണ്. എൻ്റെ സ്കിൻ ടൈപ്പ് ഏതാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇടയ്ക്ക് എനിക്ക് തോന്നും എൻ്റെ സ്കിന്ന് ഡ്രൈ സ്കിന്നാണെന്ന്, ഇടയ്ക്ക് എനിക്ക് തോന്നും ഒരു ഡ്രൈ ടു നോർമൽ സ്കിന്നാണെന്ന്, ഇടയ്ക്ക് തോന്നും നോർമൽ സ്കിന്നാണെന്ന്. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ എൻ്റെ സ്കിന്ന് വളരെ ഡ്രൈ സ്കിന്നാണെന്നാണ് ഇപ്പം ഞാൻ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു നിഗമനം. കാരണം എന്താ വെച്ചാൽ ഞാൻ ആ ഷേവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടും സ്കിന്നാണെങ്കിൽ ഭയങ്കര ഡ്രൈ ആവുന്നുണ്ടായിരുന്നു. പിന്നെ BB ക്രീമും ഒക്കെ കൂടെ തേച്ചപ്പോഴത്തേക്ക് ഒടുക്കത്തെ ഡ്രൈ ആയി. പിന്നെ ഇന്നത്തെ ദിവസം മൊത്തം AC-യിലും കൂടെ ആയിരുന്നുകൊണ്ട് സ്കിന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തമന്ന മാം പറഞ്ഞൊരു ഐഡിയ ആണ്, മോയ്സ്ചറൈസർ ഇങ്ങനെ ടിഷ്യൂ പേപ്പറിൽ മുക്കിയെടുത്തിട്ട് ജസ്റ്റ് ആ ഡ്രൈ ആയ ഏരിയാസിൽ മാത്രം ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം സ്കിന്നിന് കുറച്ചൊന്ന് നല്ലതുപോലെ ആവുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. കറക്റ്റ് 3 മണിയായപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ഷൂട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇത് റൈറ്റിലിരിക്കുന്നതാണ് നാജിയ മാം, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ്. മറ്റത് അമീന മാം, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. അമീന മാം ആണ് ഇതിൻ്റെയൊക്കെ ഓണർ. പക്ഷേ പുള്ളിക്കാരി ഒരു സൈക്കോളജിസ്റ്റ് മാത്രമല്ല, എൻ്റെ ഒരു പേഴ്സണൽ മെൻറ്ററും കൂടെയാണ്. എന്ത് കാര്യത്തിനും എനിക്ക് അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാൻ പറ്റിയത്. പിന്നെ നമ്മുടെ ലെഫ്റ്റിൽ നിൽക്കുന്നതാണ് പ്രദീപേട്ടൻ, ഷോയുടെ ഡയറക്ടർ. പിന്നെ അത് ക്യാമറാമാനാണ് നൗഫൽക്ക. പിന്നെ എഡിറ്റർ ഉണ്ട് അജി ചേട്ടൻ ബാക്കിലിരിപ്പുണ്ട്. പ്രോബ്ലം സോൾവില് ഇനി ഒരു ഇടവേള. ഏകദേശം ഒരു 4:30 ആയപ്പോൾ തന്നെ നമ്മുടെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് ചായയൊക്കെ കുടിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ ഓട്ടോറിക്ഷയിൽ മാനാഞ്ചിറ വരെ പോയിട്ട് അവിടെ നിന്ന് പിന്നെ മഞ്ചേരി ബസ് കയറി പോകാമെന്നാണ് വിചാരിക്കുന്നത്. പ്രൈവറ്റ് ബസ്സിൽ കയറി പോകുന്നതായതുകൊണ്ട് ലേറ്റ് ആവും എന്നുള്ള പേടിയേ വേണ്ട. ഈ വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. തൽക്കാലം ഈ ഒരു വ്ളോഗും ഈ ഒരു ഷൂട്ട് ഡേയും എല്ലാം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നോബഡി ഈസ് പെർഫെക്റ്റ്. എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. ഞാൻ ഡേ ബൈ ഡേ ബെറ്റർ ആക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.